സാധാരണ ജനങ്ങൾക്കും അവരുടെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഏത് വിധത്തിലുള്ള ജനങ്ങളാണെങ്കിലും ഏത് തരക്കാരാണെങ്കിലും അവർ തെമ്മാടികളാണെങ്കിൽ പോലും അവരെ നന്നാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മുബ്തദി ആണെങ്കിൽ അവരെ ആ ബിദ്അത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ബിദ്അത്തിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ, ഒരു മുബ്തദിഇന് അഭയം നൽകുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. ഒരു മുഹദ്ദിസിന് അഭയം നൽകുന്നവനെ പോലും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത്ര അപകടകരമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ ബിദ്അത്തിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുക. പിന്തിരിയാൻ തയ്യാറല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടു നിൽക്കുക. ആ അപകടം നമ്മിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി, അവർക്കുള്ള ഖിദ്ലാൻ മറ്റുള്ളവരിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അകലം പാലിക്കുക. അങ്ങനെ അകലം പാലിക്കൽ സലഫുസ് സാലിഹിന്റെ സ്വഭാവമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയും ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നുൽ അസ്ഖലാനി തങ്ങളും വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അത് ഇജ്മാ ആണ്. ആ വിധത്തിലാണ് സലഫ് മശാ അലൈഹി സലഫു സാലിഹീങ്ങൾ അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നും. ഇത് സമസ്ത പിന്തുടരുന്നു. ഇതാണോ തെറ്റ്? ഇത് സമസ്ത പിന്തുടരാതിരിക്കാൻ കഴിയുമോ? ഈ വിധത്തിൽ അദ്ദീനു അന്നസീഹ എന്ന ആ വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഈ ഹദീസ്, ഇതിന്റെ ഓരോ ഭാഗത്തെയും വിശദീകരിച്ചാൽ അത് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ എല്ലാ പ്രവർത്തനവും അത് തന്നെയാണ്. അമ്മത്തുൽ മുസ്ലിമിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, അവരുടെ മതവിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്നല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഭൗതിക വിദ്യാഭ്യാസം നേടുമ്പോഴത്തേക്ക് മതനിഷേധിയാവാതിരിക്കാൻ ദീനിയായ ചുറ്റുപാടിലൂടെ ആത്മീയമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന് ആവശ്യമായ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും സമൂഹത്തിന് സംഭാവന ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടപ്പിൽ വരുത്തുന്നു. ആരെന്ത് വന്ന് പറഞ്ഞാലും സുന്നത്ത് ജമാഅത്തിനോട് യോജിക്കുന്നോ എങ്കിൽ അംഗീകരിക്കുന്നു, ഇല്ലെങ്കിൽ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കുകയില്ല എന്ന ഒരു കൃത്യമായ ദൃഢവിശ്വാസവും അതിനനുസരിച്ചമായ ഒരു ജീവിത ശൈലിയും അനുസൃതമായ ഒരു ജീവിത ശൈലിയും നമുക്ക് ഇന്നിവിടെ നിലനിന്നെങ്കിൽ അത് നമ്മുടെ മഹാന്മാരുടെ ആ പ്രവർത്തന ഫലമാണ്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആർക്കാണ് ഇതിവിടെ നിർവഹിക്കാൻ കഴിഞ്ഞത്? നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പാടുപെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ ഇന്നീ കാണുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അതിനു വേണ്ടി അവരുടെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇങ്ങനെയുള്ള ഒരു വിശ്വാസവും ഒരു ആത്മീയ ബോധവും ഒരു സ്വത്വബോധവും നമുക്കിവിടെ നിലനിന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സംഘടനകളും പോലെയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടുള്ള നമ്മുടെ കടപ്പാട് നമ്മുടെ ഈമാനിനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിച്ചു തന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. ആ ഉദ്ദേശത്തിൽ വേറെ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹ് അതിന് തൗഫീഖ് നൽകിയത് സമസ്തക്കാണ്. സമസ്ത അതിവിടെ കൃത്യമായി നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തോട് ഈ നാട്ടിലുള്ള മുസ്ലിം ജനവിഭാഗം, മതബോധമുള്ളവരെല്ലാവരും അല്ലാത്തവരും ആ നിലക്കുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിന്നത് കൊണ്ടാണ് ഇവിടെയുള്ള സാമൂഹിക അന്തരീക്ഷം നല്ല നിലയിൽ നിലനിൽക്കുന്നത്. ഇവിടെ തീവ്രവാദമില്ലാത്തത്, അത്തരത്തിലുള്ള ഒരു അപകടവും ഇവിടെ ഇല്ലാത്തത്, സ്വത്വബോധമുള്ളതോടൊപ്പം തന്നെ സഹകരണ മനോഭാവവും ഇവിടെ നിലനിർത്തിയത് ഈ മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്.
ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ 60ാം വാർഷികത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടുത്തെ സഹോദര സമുദായത്തോട് പറയാനുള്ളത്, ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷം, ഇവിടുത്തെ സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട വാവൂർ വലിയുല്ലാഹിയും അയ്യപ്പനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. മാനാഞ്ചിറ കുളവും ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ അന്തസ്സ് ഇവിടെ സംരക്ഷിക്കുകയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുകയും അതിൻ്റെ പതാക ഇവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുകയും ഉയർന്നു പാറുകയും ചെയ്യുന്ന അന്തരീക്ഷം നിലനിർത്താൻ സമസ്തയുടെ ഖാദിമീങ്ങളാവുന്ന നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിനൊക്കെ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരുമാണ്.